ഹായ്, ഞാൻ ലത. മുംബൈ ഗണേശോത്സവത്തിൽ ഇന്ന് ഡോംബുലിയിലെ രാജ എന്ന് പറയുന്ന ഭയങ്കര ഡെക്കറേഷനോട് കൂടിയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത്രയധികം ഭംഗിയുണ്ട്. എന്ത് രസം! വഴി നീളെ എത്ര ഭംഗിയായിട്ട് അലങ്കരിച്ചേക്കണം നോക്കൂ. എന്താ ഭംഗി! പറയില്ലേ, വേറെ ഒരു ശരിക്കും പറയില്ലേ, എന്താന്ന് മനസ്സിലാവണേ ഇല്ലാത്ത മാതിരി എന്താ ഭംഗി! ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇത് രാത്രിയിൽ എടുത്തുകൊണ്ടാണ് അതങ്ങനെ ഒരു ഭംഗിയായിട്ട് കൂടുതൽ കിട്ടണത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ, ഓരോന്ന് അലങ്കരിച്ചിരിക്കണം. ഓരോ സൈഡ് മുമ്പിൽ വെള്ളം ഇതൊക്കെ വെച്ച് ഓരോ സൈഡ് എന്താ ഭംഗി! ആകെ ഗ്രീൻ കളർന്ന് ഗ്രീൻ ലൈറ്റ് അവിടെ വെച്ചുകൊണ്ടാണ് ഗ്രീനിന് കുറെ കൂടുതൽ അതാവുണ്ട്. അതവരുടെ ടെക്നിക്ക്. ഇവിടെ റെഡ് വേണ്ടോടത്ത് റെഡ് ലൈറ്റുമ്പോൾ റെഡ് ഇതൊക്കെ ആയിട്ട് ഉണ്ടല്ലോ. ഒക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കണത് കാണുമ്പോഴേ എന്തൊരു ഭംഗിയാ ഉണ്ടല്ലേ. ഓ, ഡോംബുലിച്ച രാജ അതാണ്. കണ്ടു നോക്കൂ, നല്ല ഭംഗിയില്ലേ. സൺഫ്ലവർ പൂ, ശരിക്കുള്ള പൂവ് മാതിരി ഉണ്ട്. കാലിൻ്റെ അമ്പോ, എന്താ ഭംഗി! കലാകാരന്മാരെ സമ്മതിച്ചേ പറ്റുള്ളൂ ഗണപതി ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ എത്ര ഭംഗിയില്ലേ! ശരിക്കും എവിടെയോ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ മാതിരി അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഒരു വേറിട്ട ഗണപതിയെ തന്നെയാണ് ഡോംബുലിച്ച രാജ. ബ്യൂട്ടിഫുൾ എന്ന് പറയാം, അത്ര ഭംഗിയുണ്ട്. അവിടെ ഫുൾ ചുറ്റോറും അങ്ങനെ കണ്ടില്ലേ. അതിലും കൂടി അവർ ഡോംബുലിച്ച രാജ എന്ന് കാണിക്കുന്ന വിധത്തിൽ അതാണ് അവരെ കമ്മിറ്റിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതാ ഫോട്ടോസും കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോസും കൂടി വച്ചിരിക്കുന്നത്. വീഡിയോ മാത്രമല്ല, ഭംഗി പൂജിക്കുന്ന ഗണപതി. ഇനി ബാക്കിയുള്ളത് ഇനി മുളണ്ടിലത്തെയാണ് കേട്ടോ. വീണ്ടും മുളണ്ടിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഗണപതി കഴിഞ്ഞാലും കഴിയില്ല. കണ്ടില്ലേ, വേറൊരു രൂപത്തിൽ ഒരു ശിവൻ്റെ ഒരു പ്രത്യേകതയാണ്. അധികം അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് കാണുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ! നല്ല ഭംഗിയുള്ള ഗണപതി തന്നെയാണ്. അവിടുത്തെ അലങ്കാരങ്ങളോട് കൂടിയിട്ട് ഉള്ള ഗണപതിയാണ്. കണ്ടില്ലേ, അനന്തശയനം ഗണപതി. ശരിക്കും പറയില്ലേ, അനന്തശയനം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നാരായണ എഴുതി വെച്ചതുണ്ട്. ഇപ്പുറത്ത് ഭംഗിയില്ലേ, നല്ല പൂജിക്കുന്ന ഗണപതിൻ്റെ ഇപ്പുറത്ത് ആ കാലിൻ്റെയൊക്കെ പോസും ഒക്കെ കയ്യിൻ്റെ പോസ് എത്ര ഭംഗിയുണ്ടല്ലോ. ശരിക്കും ആനന്ദശയനത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഈ സൈഡിലൊരു ശിവൻ്റെ വെളുത്ത ശിവപ്രതിമ, ശിവഭഗവാൻ്റെ എന്ത് ഭംഗിയാലേ. അത് പുരണ്ട ഇപ്പുറത്ത് 12 ജ്യോതിർലിംഗത്തിൻ്റെ ഇതും കൂടി ഉണ്ട്. അത് കണ്ടില്ലേ, മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റെപ്പിലേക്ക് ആയിപ്പോയി. അതായത് വേറൊരു ഗണപതി നല്ല ഭംഗിയില്ലേ. അതാണ് അവിടെ അപ്പുറത്ത് തൊട്ടടുത്തായിട്ടുള്ള തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. സിമ്പിളാണ്, പക്ഷേ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ശാലീന സുന്ദരമായ രൂപത്തിലെന്ന് പറയാം. കാരണം സ്കിന്നൊക്കെ ഒറിജിനൽ സ്കിന്നുള്ളതാണ്. ഇത് 12 ജ്യോതിർലിംഗങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 12 ഉണ്ട് ഗണപതി. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു, നാളെ കാണാം. ലാൽബാഗ് പ്രതീക്ഷിക്കാം. ബായ്.